വർഷം 2014 പുതിയ കാഴ്ചയുടെ, പുതിയ ദൃഢനിശ്ചയങ്ങളുടെ വർഷം. രാജ്യത്തിനും അതിലുപരി ലോകത്തിന് തന്നെ ഭാവിയിൽ മാതൃകകളായി മാറേണ്ടുന്ന നിരവധി സംരംഭങ്ങളുടെ വർഷം. 2014 ഒക്ടോബർ 3 ഓൾ ഇന്ത്യ റേഡിയോയിൽ മൻ കി ബാത്തിന്റെ ആദ്യ സംപ്രേഷണം നടന്നു. ഇത് നിരന്തരം നേട്ടങ്ങളുടെ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ബഹുജന പ്രസ്ഥാനത്തിന്റെ രൂപം പ്രാപിച്ചു. കേവലം 9 വർഷത്തിനുള്ളിൽ ജനാധിപത്യത്തിലെ ആശയവിനിമയ സംവിധാനത്തിലൂടെ ബഹുജന വിപ്ലവത്തിനായുള്ള ഒരു മികച്ച വേദിയായി മൻ കി ബാത്ത് മാറി. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പല പ്രശ്നങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ ആഹ്വാനം ഒരു ബഹുജന മുന്നേറ്റമായി മാറി. അത്തരമൊരു ആഹ്വാനമായിരുന്നു സ്വച്ഛ് ഭാരത് അഭിയാൻ. അത് പരിസ്ഥിതിയിലും ചുറ്റുപാടുകളിലും നല്ല മാറ്റങ്ങൾ വരുത്തുക എന്നത് മാത്രമല്ല, രാജ്യത്തെ പൗരന്മാരുടെ മനോഭാവത്തിന്റെയും ദൈനംദിന പ്രവർത്തനങ്ങളുടെയും അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്തു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സത്യഗ്രഹം നടത്തി ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രൻ ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ മുബാറക്പൂർ ഗ്രാമത്തിലെ 3500 മുസ്ലിം സഹോദരീ സഹോദരന്മാർ ഗ്രാമം വെളിയിട വിസർജന മുക്തമാക്കാൻ 17 ലക്ഷം രൂപ സംഭരിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞ് പ്രധാനമന്ത്രി തന്റെ മൻ കി ബാത്തിൽ അവരെ പ്രശംസിച്ചു. മോദി ശുചിത്വമെന്ന ആശയം ആഗ്രഹമായി പ്രകടിപ്പിക്കുകയും തുടർന്ന് മൻ കി ബാത്തിലൂടെ അതിനുള്ള ആഹ്വാനം നടത്തുകയും ചെയ്തു. അങ്ങനെ രാജ്യത്തെ മാലിന്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മഹായജ്ഞം ആരംഭിക്കുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ശുചിത്വത്തിനായുള്ള ആഹ്വാനം ഒരു ബഹുജന പ്രസ്ഥാനമായി മാറി. സാധാരണ പൗരന്മാരും സംഘടനകളും സാമൂഹിക സംഘടനകളും അവരുടെ നല്ല ആശയങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കിയതിന് എണ്ണമറ്റ ഉദാഹരണങ്ങളുണ്ട്. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള പ്രചാരണം ശക്തി പ്രാപിച്ചു. മാലിന്യം ഭാരതം ഉപേക്ഷിച്ചു പോകൂ എന്ന ആഹ്വാനം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഇക്കാര്യത്തിൽ തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ മുബാറക്പൂർ ഗ്രാമത്തിലെ 3500 മുസ്ലിം സഹോദരീ സഹോദരന്മാർ ഗ്രാമം വെളിയിട വിസർജന മുക്തമാക്കാൻ 17 ലക്ഷം രൂപ സംഭരിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞ് പ്രധാനമന്ത്രി തന്റെ മൻ കി ബാത്തിൽ അവരെ പ്രശംസിച്ചു. मन की बात कार्यक्रम से हमें बहुत प्रेरणा मिली और अब 100 एपिसोड होने जा रहे हैं। जिस तरह सरकार ने हमें गांव में शौचालय बनवाने के लिए 17 लाख रुपए दिए थे, वो हमने सरकार को वापस कर दिए और अपनी ही तरफ से गांव में शौचालय बनवाएं और बहुत से काम करें। हमें मन की बात कार्यक्रम सुनकर प्रेरणा मिलती है। हमने गांव वालों के साथ मिलकर बिना सरकारी मदद के अपना गांव ODF किया और 17.5 लाख रुपए गांव वापस कर। सर, जो हमारे पहले प्रधान थे किस्मत जहाँ पिछले टर्म में, उनके कार्यकाल में भी काम सही रहा, साफ सफाई भी अच्छी रही और अब हमारी आयशा परवीन है, इनके कार्यकाल में भी अच्छा काम हो रहा है, साफ सफाई ठीक है, कोई दिक्कत गाँव में नहीं। हमारे गांव में जो पहले शौचालय का जो पैसा आया था वापस हुआ, उसमें हमारे गांव का नाम आया, मोदी जी ने नाम हमारे गांव का, पूरे भारत ने हमारे गांव का नाम सुना। സർക്കാർ തലത്തിൽ സ്വച്ഛ് ഭാരത് അഭിയാൻ നടത്തുമ്പോൾ സാമൂഹികമായ തലത്തിൽ പൊതുജനം സ്വന്തം മനസ്സും ശരീരവും പണവും അർപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പരിശ്രമിച്ചത് പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന്റെ ഫലമായിട്ടായിരുന്നു. സർക്കാർ സഹായത്തിനു പുറമെ ഈ മഹായജ്ഞത്തിന് ജനങ്ങൾ അവരുടെ വ്യക്തിപരമായ പരിശ്രമത്താൽ സംഭാവന നൽകിയതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ये जो मोदी जी ने हमारा उदाहरण रखा है, तो उन्होंने कहा है मेरी बात आपके समझ में आए या न आए, मगर चंद्रकांत जी की बात आपके समझ में आएंगी। वो अपने पेंशन के 1/3 पेंशन स्वच्छ भारत अभियान के लिए देते हैं। मैं तो देश का पंतप्रधान हूँ, उनसे 1000 दफ़ा आगे भागना चाहिए और मैं चंद्रकांत जी से प्रेरणा लेता हूँ। അസമിലെ കോക്കരാച്ചാറിലെ മോർണിംഗ് വാക്കേഴ്സ് ഗ്രൂപ്പിന്റെ ക്ലീൻ ആൻഡ് ഗ്രീൻ കോക്കരാച്ചാർ ദൗത്യമായാലും വിശാഖപട്ടണത്തെ സ്വച്ഛ് ഭാരത് അഭിയാനായാലും ധാരാളം റോഡുകളും ഫ്ലൈ ഓവറുകളും മനോഹരമാക്കി തീർക്കാൻ സ്വച്ഛ് ഭാരത് സഹായകരമായി. പോളിത്തീൻ ബാഗുകൾക്ക് പകരം തുണി കൊണ്ടുള്ള സഞ്ചികളുടെ ഉപയോഗം, പ്ലാസ്റ്റിക്കിന്റെ ഒറ്റത്തവണ ഉപയോഗത്തെ നിശേഷം ഒഴിവാക്കാനുള്ള ദൃഢനിശ്ചയമെടുക്കാൻ സഹായകരമായി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന്റെ ഫലമായാണ് രാജ്യത്തെ ജനങ്ങൾ ഇതിന് ബഹുജന പ്രസ്ഥാനത്തിന്റെ രൂപം നൽകിയത്.
അച്ചടക്കത്തോടും അവബോധത്തോടും അർപ്പണബോധത്തോടും കൂടി 30,000-ലധികം NCC കേഡർമാർ പുനീത് സാഗർ ക്യാമ്പയിൻ നടത്തി ബീച്ചുകൾ വൃത്തിയാക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അതിൽ നിന്നും റീസൈക്ലിങ്ങിനുള്ളവ തരംതിരിക്കുകയും ചെയ്തു. മൻ കി ബാത്തിലൂടെ ശുചിത്വത്തിനായുള്ള ഒരു വലിയ ബഹുജന പ്രസ്ഥാനം ഉയർന്നു വന്നു. ഗ്രാമം മുതൽ നഗരം വരെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ശുചിത്വത്തിനായുള്ള ബഹുജന പ്രസ്ഥാനങ്ങൾ നിരവധി റെക്കോർഡുകൾ സൃഷ്ടിച്ചു. 2019 ഒക്ടോബർ 2-നകം രാജ്യം തുറസായ മലമൂത്ര വിസർജന വിമുക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മൻ കി ബാത്തിൽ ശുചിത്വത്തെക്കുറിച്ച് മാത്രമല്ല, നൂറ്റാണ്ടുകളായി പാരമ്പര്യങ്ങളിലും മാനസിക അടിമത്വത്തിലും കെട്ടിയിടപ്പെട്ടിരുന്ന ഇത്തരം നിരവധി വിഷയങ്ങളെ പ്രധാനമന്ത്രി സാമൂഹിക ചർച്ചകൾക്കും സാമൂഹിക പരിഷ്കരണത്തിനുള്ള വിഷയമാക്കി മാറ്റി. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന ആഹ്വാനത്തിലൂടെ നമ്മുടെ പെൺമക്കൾക്ക് അവസര സമത്വത്തിൻ്റെതായ പുതിയ വാതിലുകൾ തുറക്കുക മാത്രമല്ല, സമൂഹത്തിന്റെ യാഥാസ്ഥിതിക ചിന്താഗതിയെ മാറ്റിമറിക്കാൻ പോന്ന മറ്റൊരു ആഹ്വാനമായി മാറുകയും ചെയ്തു. പദ്ധതി 2015 ജനുവരി 22-ന് സർക്കാർ ആരംഭിക്കുകയും സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ 100 ജില്ലകളിൽ നടപ്പിലാക്കുകയും ചെയ്തു. 4ാമത്തെ എപ്പിസോഡിൽ തന്നെ 2015 ജനുവരി 27-ന് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുമായുള്ള ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് സംസാരിച്ചു. बराक ने कहा कि वो बेटियों को लेकर आएंगे. मेरा आपको निमंत्रण है, राष्ट्रपति के कार्यकाल में भी आए या राष्ट्रपति कार्यकाल के बाद आए, भारत आपका और आपकी बेटियों का स्वागत करने के लिए उत्सुक है. प्रेसिडेंट ओबामा से मैं मदद मांगूं या न मांगूं, उनका जीवन ही अपने आप में एक प्रेरणा है. जिस प्रकार से वो अपनी 2 बेटियों का लालन पालन करते हैं, जिस प्रकार से अपनी 2 बेटियों के लिए वो गर्व करते हैं, हमारे देश में भी कई जगह पे जब हमें कई लोगों से मिलना होता है तो परिवार में उनको कोई बेटा नहीं होता है, सिर्फ बेटियां होती हैं. और इतने गौरव से बेटियों को बड़ी करते हैं कि बेटी बचाना, बेटी पढ़ाना ये हमारा सामाजिक कर्तव्य है, सांस्कृतिक कर्तव्य है, मानवीय जिम्मेवारी है. इसको हमने निभाना चाहिए. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലെ ആഹ്വാനത്തിന് ശേഷം രാജ്യത്തുടനീളം സെൽഫി വിത്ത് ഡോട്ടർ എന്ന സംരംഭം ആരംഭിച്ചു. ഇത് മാതാപിതാക്കളിലും പെൺകുട്ടികളിലും പുതിയ അഭിമാനബോധം വളർത്തി. രാജ്യമെമ്പാടുമുള്ള അഭിമാനിയായ പെൺമക്കളുടെയും അച്ഛന്റെയും ഫോട്ടോകളുടെ പ്രവാഹമായിരുന്നു സോഷ്യൽ മീഡിയകളിൽ നിന്ന് മൻ കി ബാത്ത് പോർട്ടലിലേക്ക്. സമൂഹത്തിന്റെ മനോഭാവത്തിൽ വന്ന മാറ്റത്തിന്റെ പല കഥകളും ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. രാജ്യത്ത് സ്കൂളുകളിൽ പെൺകുട്ടികളുടെ പ്രവേശനത്തിൽ അഭൂതപൂർവമായ വർധനയുണ്ടായി. പ്രവേശനത്തിന് ശേഷം പഠനം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുമുണ്ടായി എന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയുടെ ജനകീയ പങ്കാളിത്തത്തിന്റെ ശക്തമായ ഉദാഹരണമാണ്. പെൺമക്കളുടെ തുല്യാവകാശത്തിനും അവർക്ക് ബഹുമാനം ലഭ്യമാക്കാനും വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുജനങ്ങളോട് ഒരിക്കലല്ല പല അവസരങ്ങളിലും അഭ്യർത്ഥന നടത്തി. आज हम बेटी बचाओ बेटी पढ़ाओ की बात करते हैं, लेकिन सदियों पहले हमारे शास्त्रों में स्कंद पुराण में कहा गया है, दशपुत्र समाकन्या दशपुत्रान प्रवर्धयन् यत् फलम लभते मर्त्य तत् लभ्यम कन्या ईयकया. अर्थात एक बेटी 10 बेटों के बराबर है. 10 बेटों से जितना पुण्य मिलेगा, एक बेटी से उतना ही पुण्य मिलेगा. ये हमारे समाज में नारी के महत्व को दर्शाता है. और तभी तो हमारे समाज में नारी को शक्ति का दर्जा दिया गया है. അതായത് ഒരു മകൾ 10 ആൺമക്കൾക്ക് തുല്യമാണ്. 10 ആൺമക്കളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പുണ്യം ഒരു മകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. പെൺഭ്രൂണഹത്യ എന്ന ദുഷിച്ച മാനസികാവസ്ഥയെ ചെറുക്കുക എന്നതും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയുടെ വിജയഗാഥയെക്കുറിച്ച് കണക്കുകൾ നമ്മോട് സംസാരിക്കും. 2014-15 വർഷത്തെ അപേക്ഷിച്ച് ജനന സമയത്തുള്ള ലിംഗാനുപാതത്തിൽ 36 പോയിന്റിന്റെ വർധനയുണ്ടായി. 2014-15 903 ആയിരുന്നത് 2021-22 939 ഉയർന്നു.
അതുപോലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും വർധനയുണ്ടായിട്ടുണ്ട്. പെൺകുട്ടികളുടെ മൊത്തം എൻറോൾമെന്റ് അനുപാതത്തിലും വർധനയുണ്ടായി. 2014-15 വർഷത്തിൽ അപ്പർ പ്രൈമറി തലത്തിൽ 88%, സെക്കൻഡറി തലത്തിൽ 73%. ഇത് അപ്പർ പ്രൈമറി തലത്തിൽ 94.5%, സെക്കൻഡറി തലത്തിൽ 79.4%, 2021-22 വർഷത്തിൽ വർദ്ധിച്ചു. അതുപോലെ കൊഴിഞ്ഞുപോക്ക് നിരക്ക് 2014-15 അപ്പർ പ്രൈമറി തലത്തിൽ 4% 2021-22 2.6%, സെക്കൻഡറി തലത്തിൽ 2014 14% 12% കുറഞ്ഞു. शिक्षा उन्नति के लिए बहुत आवश्यक है और ख़ास करके बालिका शिक्षा, क्योंकि बालिकाएं हमारे देश के लिए एक आदर्श माँ का काम भी करती है। तो माननीय प्रधानमंत्री जी के आह्वान के बाद से GER बढ़ रहा है और बड़ा है जो हम देख रहे हैं, और ये निरंतर बढ़ता रहेगा। और बालिकाओं का जो GER बढ़ना और उनका शिक्षा के क्षेत्र में आगे बढ़ना ये समाज की प्रगति के लिए बहुत आवश्यक है। ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയ്ക്കൊപ്പം പ്രധാനമന്ത്രിയുടെ ആഹ്വാനം സ്ത്രീ ശക്തിയുടെ പരിപോഷണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായിട്ടായിരുന്നു. പഞ്ചായത്ത് മുതൽ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ പഞ്ചായത്ത്, പാർലമെന്റ് വരെയുള്ള വിവിധ മേഖലകളിൽ ഇന്ന് സ്ത്രീകൾ പുതിയ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്നു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന്റെയും സർക്കാരിന്റെ പ്രതിബദ്ധതയുടെയും വിജയകരവും അർത്ഥവത്തുമായ ഫലങ്ങളാണ് നൽകിയത്. ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുകയും നമ്മുടെ അമൃത് കാൽ എന്ന സങ്കല്പത്തിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. മൻ കി ബാത്തിന്റെ നിരവധി പതിപ്പുകളിലൂടെ ഇത്തരം ആശയങ്ങളുടെ ആവർത്തിച്ചുള്ള അവതരണവും ഈ ആവർത്തനം തന്നെയും ഇത്രയും സംവേദനക്ഷമമായി വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രത്തോളം പൊതുജന പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. സ്കിൽ ഇന്ത്യ ആയാലും സ്വയം സഹായ സംഘങ്ങളായാലും ചെറുതും വലുതുമായ വ്യവസായങ്ങളായാലും ഏതു മേഖലയിലും സ്ത്രീകൾ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പട്ടാളത്തിൽ പോലും പെൺകുട്ടികൾ ഇപ്പോൾ പുതിയതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. പെൺകുട്ടികൾ പട്ടാളത്തിൽ പുരുഷന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു. പെൺകുട്ടികൾ ആധുനിക യുദ്ധവിമാനങ്ങൾ പറത്തുന്നു. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയധികം മാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മാറ്റത്തിനും പുരോഗമനത്തിനായുള്ള ശ്രമങ്ങൾക്കും സ്ത്രീകൾ തന്നെ നേതൃത്വം നൽകുന്നതിനാലാണ് ഈ മാറ്റങ്ങൾ ഇത്ര വേഗത്തിൽ സംഭവിക്കുന്നത്. മൻ കി ബാത്തിന്റെ വിവിധ പതിപ്പുകളിൽ നിരവധി പതിപ്പുകൾ രാജ്യത്തെ അന്നദാതാക്കളായ കർഷകർക്കായി സമർപ്പിക്കപ്പെട്ടു. സ്വയം പര്യാപ്തമായ ഇന്ത്യയുടെ പാതകൾ രാജ്യത്തിന്റെ ഗ്രാമപാതകളിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മണ്ണിന്റെ മക്കൾ നാടിന് സ്വാശ്രയത്വത്തിന്റെ ആദ്യ പാഠം പഠിപ്പിച്ച വയലുകളിലും തൊടുത്തുകളിലുമാണ് ശക്തവും പ്രബലവുമായ ഇന്ത്യയുടെ അടിത്തറ കുടികൊള്ളുന്നത്. രാജ്യം ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക മാത്രമല്ല, ഇന്ത്യ കയറ്റുമതി രാജ്യമായി മാറുകയും ചെയ്തു. കർഷകന്റെ സ്വാശ്രയത്വവും കർഷകന്റെ അഭിവൃദ്ധിയും കർഷകന്റെ വരുമാന വർധനയും സ്വാശ്രയ ഇന്ത്യക്ക് ആവശ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ജനപ്രിയ പരിപാടിയായ മൻ കി ബാത്തിൽ നിരവധി തവണ വയലിനെക്കുറിച്ചും കർഷകരെക്കുറിച്ചും പരാമർശിച്ചു. 2014 ഒക്ടോബർ 3 മൻ കി ബാത്തിന്റെ ആദ്യ പതിപ്പിൽ തന്നെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളുടെയും യുവാക്കളുടെയും കർഷകരുടെയും ശക്തിയെ രാജ്യത്തിന്റെ ശക്തിയായി വിശേഷിപ്പിച്ചിരുന്നു. मुझे ये देखकर काफ़ी खुशी है कि मेरे किसान भाई सॉइल हेल्थ कार्ड, मृदा स्वास्थ्य कार्ड में दी गई सलाह पर अमल करने के लिए आगे आए हैं और जैसे जैसे परिणाम मिल रहे हैं उनका उत्साह भी बढ़ता जा रहा है। और अब किसान को भी लग रहा है कि अगर फसल की चिंता करनी है तो पहले धरती माँ का ख्याल रखना होगा, और अगर धरती माँ का हम ख्याल रखेंगे तो धरती माँ हम सबका ख्याल रखेंगे. 2017 മൻ കി ബാത്തിന്റെ 38ാം പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു, ആരോഗ്യമുള്ള ഭൂമി, ഹരിതാഭമായ കൃഷിയിടങ്ങൾ എന്ന മന്ത്രവും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സംവിധാനവും പ്രധാനമന്ത്രി കൃഷി ജലസേചന പദ്ധതി, സോയിൽ ഹെൽത്ത് കാർഡ്, പരമ്പരാഗത കാർഷിക വികസന പദ്ധതി തുടങ്ങിയ പുതിയ പദ്ധതികളുടെ ആശയങ്ങൾ പോളിസികളിൽ ഉൾപ്പെടുത്തി. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് തുടങ്ങിയ നടപടികളിലൂടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കൃഷിയിൽ ചെലവ് കുറയ്ക്കുന്നതിനും നിരവധി നടപടികൾ സ്വീകരിച്ചു.
जब से प्राइम मिनिस्टर नरेंद्र मोदी जी ने मेरा नाम ले लिया और इस गांव का भी नाम ले लिया, पूरे डिस्ट्रिक्ट पुलवामा का नाम ले लिया, तो ये तब से मैं ये पूरा वर्ल्ड में छाया हुआ कि पूरा वर्ल्ड मुझे जानता है। ജൈവ കൃഷിയുടെയും പ്രകൃതി സൗഹൃദ കൃഷിയുടെയും കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. മൻ കി ബാത്തിന്റെ നിരവധി ലക്കങ്ങളിൽ വടക്ക് കിഴക്കൻ മേഖലയിലെ ജൈവ കൃഷിയുടെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മറ്റു സംസ്ഥാനങ്ങളിലെ കർഷകരെയും ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചു. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനം രാജ്യത്തെ പല പുരോഗമന കർഷകർക്കും മുന്നോട്ടുള്ള വഴി തുറന്നുകൊടുത്തു. मैं बचपन से किसान परिवार से ही था। 12th के बाद मैं सेना में भर्ती हो गया। सेना से 2015 में रिटायर होने से पहले मैंने सोचा कि चूंकि मेरी बचपन में ही मैंने खेती किया था कि अपने स्कूल के दौरान, तो उसमें मेरी रुचि थी, मैंने इसी खेती में लौटने का निर्णय किया। और रिटायरमेंट के बाद मैं बाराबंकी ज़िले में कुछ खेती की ज़मीन खरीद कर उस पर मैंने खेती शुरू की और मैं पूरी खेती जैविक तरीके से करता हूँ। मुख्य रूप से मैं चिया सीड्स, ड्रैगन फ्रूट, काले आलू, केले, मेंथा, इन फसलों को उगाता हूं, जो कि किसानों के लिए काफ़ी प्रॉफिटेबल हैं और मैं इससे अब प्रॉफिट भी कमा रहा हूं। ഉത്തരാഖണ്ഡിലെ മലയോര മേഖലയിലെ ചില കർഷകർ എങ്ങനെയാണ് രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് പ്രചോദനമായി മാറിയതെന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ പ്രത്യേകം പരാമർശമുണ്ടായിരുന്നു. കർഷകരുടെ ക്ഷേമത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനായിരുന്നു പ്രധാനമന്ത്രിയുടെ മുൻഗണന. വൈക്കോൽ കുറ്റികൾ കത്തിക്കൽ എന്ന വെല്ലുവിളിയെ നേരിടാൻ പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിലൂടെ പലതവണ പരസ്യമായി ആഹ്വാനം നടത്തുകയും അതിന് ലളിതമായ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. सबसे पहला तो उपाय है हमें हमारे किसान भाइयों बहनों को प्रशिक्षित करना पड़ेगा, उनको सत्य समझाना पड़ेगा। ये फसल के अवशेष जलाने से हो सकता है समय बचता होगा, मेहनत बचती होगी, अगली फसल के लिए खेत तैयार हो जाता होगा, लेकिन ये सच्चाई नहीं है। फसल के अवशेष भी बहुत कीमती होते हैं। वे अपने आप में वो एक जैविक खाद्य होता है, हम उसको बर्बाद करते हैं। इतना ही नहीं, अगर उसको छोटे छोटे टुकड़े कर दिए जाएं तो वो पशुओं के लिए तो ड्राई फ्रूट बन जाता है। दूसरा, ये जलाने के कारण जमीन के जो ऊपर की परत होती है वो जल जाती है। मेरे किसान भाई बहन, पल भर के लिए सोचिए कि हमारी हड्डियां मजबूत हो, हमारा हृदय मजबूत हो, किडनी अच्छी हो, सब कुछ हो, लेकिन अगर शरीर के ऊपर की चमड़ी जल जाए तो क्या होगा? हम जिंदा बच पाएंगे क्या? വൈക്കോൽ കുറ്റികൾ യുക്തിസഹമായി സംസ്കരിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ഉപദേശം ഏറെ ഗുണകരമായി. ഹരിയാനയിലെ കൈതലിൽ താമസിക്കുന്ന വീരേന്ദ്ര യാദവിനെ പോലുള്ളവർ ഈ പ്രശ്നം പരിഹരിക്കാൻ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. लगातार बढ़ते हुए प्रदूषण को देखते हुए तो हमने ये एक समाधान निकालने की कोशिश की कि जिससे किसानों को लाभ भी हो सके और हमारा आसपास का पर्यावरण भी बचा रहे। तो इसके लिए हमने कृषि विभाग से संपर्क किया, तो उन्होंने बताया कि आप पराली से गांठ बनाने की मशीन ले सकते हैं, जो कि एक कमाई का जरिया भी है और आप इससे बहुत सारे लोगों को रोजगार भी दे सकते हैं। മൻ കി ബാത്ത് സാമൂഹിക മാറ്റത്തിന്റെ ദിശാസൂചകമായി മാറിയത് എങ്ങനെയെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പാരമ്പര്യ ചിന്തകളും പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്താൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടത്. ഹിന്ദി നിഘണ്ടുവിന് പുതിയൊരു വാക്ക് ലഭിച്ചു, ദിവ്യാംഗ്. സമൂഹത്തിന്റെ ചിന്തയും സംവേദനക്ഷമതയും പുതിയ തലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. क्यों न हम हमारे देश में विकलांग की जगह पर दिव्यांग शब्द का उपयोग करें। ये वो लोग हैं जिनके पास वो ऐसा एक अंग है या एक से अधिक ऐसे अंग है जिसमें दिव्यता है, दिव्य शक्ति का संचार है, जो हम सामान्य शरीर वालों के पास नहीं है। मुझे ये शब्द बहुत अच्छा लग रहा है। क्या मेरे देशवासी, हम आदतन विकलांग की जगह पर दिव्यांग शब्द को प्रचलित कर सकते हैं क्या? പ്രധാനമന്ത്രിയുടെ ഒരു ആഹ്വാനത്തോടെ ഇന്ന് വികലാംഗൻ എന്ന വാക്ക് സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമാവുകയും ശുഭചിന്തയ്ക്കും മാന്യമായ അഭിസംബോധനയ്ക്കും സാർവത്രികമായ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. ജമ്മുകാശ്മീരിൽ തീവ്രവാദികളുടെ വെടിയേറ്റ ജാവേദ് അഹമ്മദ് ആയാലും അഹമ്മദാബാദിലെ ദിലീപ് ചൗഹാൻ ആയാലും സമൂഹത്തിന്റെ സവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ അതുല്യ വ്യക്തിത്വങ്ങൾ മറ്റുള്ളവർക്ക് എന്നും प्रचोदनമാണ്. अगर बच्चे हेल्प करेंगे
बच्चे हमारे भविष्य है, तो बच्चों को मैंने ये सिखाया था। और ये बात मैंने मन की बात प्रोग्राम में प्राइम मिनिस्टर सर के साथ शेयर की थी, और उसके बाद ही उन्होंने मेरा जो ऑडियो है वो मन की बात में सुनाया, और उन्होंने डिस्कस करते हुए बहुत अच्छी बात बताई कि पहले हम जो दिव्यांग लोग थे उनको अलग अलग शब्द से हम बताते थे कि भाई ये हैंडीकैप है, ये डिफरेंटली एबल है, विकलांग है, उस तरीके से शब्द, जो कई बार वो शब्द लोगों को चुभ जाते थे। तो उन्होंने एक शब्द को ईजाद किया, उन्होंने कॉइन किया कि आज से हम सब लोग भारत देश में, ये नए इंडिया में, हम विकलांगों को रिस्पेक्ट देंगे और उनको दिव्यांग करके संबोधित करेंगे। पहली बार मुझे गवर्नमेंट की तरफ से एक मेरे काम को सराहाया गया है, और मुझे पद्मश्री अवार्ड से भी नवाजा गया। उसके साथ साथ बहुत सारे एप्रिसिएशन डिस्ट्रिक्ट लेवल से भी मुझे मिले, स्टेट लेवल से भी मुझे मिले, जिसके लिए मैंने यही देखा है कि जब इंसान खुलूस नीयत से काम करता है और अपना जो मिशन होता है उस पर एक ईमानदारी से के साथ काम करता है, तो ज़रूर हमें सराहा जाता है। ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച ശേഷം അദമ്യമായ ധൈര്യത്തിന്റെയും പോസിറ്റിവിറ്റിയുടെയും പ്രതീകമായ ഭിന്നശേഷിക്കാരന്റെ പ്രത്യേക നേട്ടങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി തന്റെ മൻ കി ബാത്ത് പരിപാടിയിൽ പ്രത്യേക പരാമർശം നടത്തുക മാത്രമല്ല, അദ്ദേഹത്തെ നേരിൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 2017 ഫെബ്രുവരി ലക്കത്തിൽ പ്രധാനമന്ത്രി T20 ലോകകപ്പ് നേടിയ അന്ധരായ ടീമിന്റെ വിജയത്തെക്കുറിച്ച് നടത്തിയ പരാമർശമോ, 2018 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രീയിലെ മെഡൽ ജേതാക്കളെക്കുറിച്ചുള്ള പ്രത്യേക പരാമർശമോ ആകട്ടെ, രാജ്യത്തിന്റെ കായിക ലോകത്തെ ഭിന്നശേഷിക്കാരുടെ നേട്ടങ്ങളിൽ എപ്പോഴും രാജ്യം മുഴുവൻ അഭിമാനിക്കണമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. കായിക മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഭിന്നശേഷിയുള്ളവർക്ക് തുല്യ അവസരങ്ങളും ആദരവും ഉറപ്പാക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നിരവധി ശ്രമങ്ങൾ നടത്തി. കഴിഞ്ഞ സെപ്റ്റംബറിലെ മൻ കി ബാത്ത് പരിപാടിയിൽ ആംഗ്യഭാഷയുമായി ബന്ധപ്പെട്ട് നടത്തിയ പുതിയ ശ്രമങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രത്യേക പരാമർശം നടത്തിയിരുന്നു. लेकिन भारत में बरसों से एक बड़ी दिक्कत ये थी कि साइन लैंग्वेज के लिए कोई स्पष्ट हाव भाव तय नहीं थे, स्टैंडर्ड्स नहीं थे। इन मुश्किलों को दूर करने के लिए ही वर्ष 2015 में इंडियन साइन लैंग्वेज रिसर्च एंड ट्रेनिंग सेंटर की स्थापना हुई थी। मुझे खुशी है कि ये संस्थान अब तक 10,000 वर्ड्स और एक्सप्रेशंस की डिक्शनरी तैयार कर चुका है। साइन लैंग्वेज के तय स्टैंडर्ड को बनाए रखने के लिए राष्ट्रीय शिक्षा नीति में भी काफी बल दिया गया है. 2014 മുതൽ ആരംഭിച്ച ഈ പരമ്പര ഇപ്പോൾ അതിന്റെ 100ാം പതിപ്പിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യബോധത്തിന്റെ നവോത്ഥാനത്തിലൂടെ രാഷ്ട്രനിർമ്മാണത്തിന്റെ മഹായജ്ഞം തുടരുന്നു. സ്വാശ്രയ ഇന്ത്യ എന്ന സങ്കല്പം സാക്ഷാത്കരിക്കുന്നതിനായി ഈ മഹായജ്ഞം തുടരുകയാണ്. തുടരുന്ന ഈ യജ്ഞത്തിന്റെ പൂർത്തീകരണത്തിനായി ദേശീയ അവബോധത്തിന് തുടർച്ചയായ ഊർജം പ്രദാനം ചെയ്യുന്നു. മൻ കി ബാത്ത് കാര്യം മനസ്സിനെക്കുറിച്ചാകട്ടെ, രാജ്യത്തെക്കുറിച്ചാകട്ടെ, കാര്യം സമൂഹത്തെ സംബന്ധിക്കുന്നതാകട്ടെ, ജനമനസ്സുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചാകട്ടെ, ഗുണപരമായ സാമൂഹിക മാറ്റങ്ങളുടെ ശക്തി കേന്ദ്രമായി യാത്ര തുടരുകയാണ് മൻ കി ബാത്ത്.